രാജകീയ സങ്കീർത്തനങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സങ്കീർത്തനങ്ങളെയും നമ്മൾ കാണുകയാണ്. ആദ്യം നമ്മൾ കാണുന്നത് 2-ാം സങ്കീർത്തനമാണ്. നിങ്ങൾ സങ്കീർത്തന പുസ്തകം തുറന്നു വയ്ക്കുക, സങ്കീർത്തനത്തിലെ 2-ാം സങ്കീർത്തനം എടുക്കുക, നമുക്കത് കണ്ടുകൊണ്ട് അതിലൂടെ കടന്നു പോകാം. അപ്പം 1ഉം 2ഉം സങ്കീർത്തനങ്ങളുടെ തന്നെ ആമുഖമായിട്ടാണ് പറയുക. അപ്പം 1-ാം സങ്കീർത്തനത്തിന്റെ പ്രമേയം അത് തോറയാണ്, നിയമമാണ് 1-ാം സങ്കീർത്തനത്തില്. എന്നാൽ 2-ാം സങ്കീർത്തനത്തിന്റെ പ്രമേയമാകട്ടെ മിശിഹായാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ സുപ്രധാന രംഗങ്ങളിലെല്ലാം പുതിയ നിയമത്തില് ഈ 2-ാം സങ്കീർത്തനം ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനാവും. പുത്രസ്ഥാനത്തെ ഉറപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പുത്രൻ മിശിഹായാണ്, രാജാവാണ് എന്നാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ അഭിഷിക്തനാണ് എന്ന് ഈ സങ്കീർത്തനത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സങ്കീർത്തനം 2 ഒന്ന് വായിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത്, കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് നിനക്കു ഞാൻ ജന്മം നൽകി. അപ്പൊ നീ എൻ്റെ പുത്രനാണ്, അത് ജോർദാനിലും താബോറിലും ഈശോയെ കുറിച്ച് പിതാവ് പറഞ്ഞ വചനമാണ്. നീ എൻ്റെ പുത്രനാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയാണ് ഈ വചനമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു മെസ്സയാനിക സങ്കീർത്തനമാണ്. പുതിയ നിയമത്തിലെ ഇതേ വാക്യം പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു പദം ഭാഗ്യവാൻ, അത് 1-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ, അല്ലെങ്കിൽ അതിന് മുകളിൽ പറയുന്നു, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. അപ്പൊ ദൈവ നിയമത്തിൽ ആനന്ദിക്കുന്നവൻ, അതനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. തോറ അനുസരിക്കുന്നവൻ, നിയമം, തോറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിയമഗ്രന്ഥത്തെയാണ്. അപ്പോൾ 2-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം നിങ്ങൾ നോക്കുക. അതിലേക്ക് വരുമ്പം പറയുന്നു, കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. 12-ാമത്തെ വാക്യത്തിന്റെ അവസാനം, കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഇവിടെ 2 സങ്കീർത്തനങ്ങളും ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ആദ്യത്തതില് നിയമം അനുസരിക്കുന്നവനാണ് ഭാഗ്യവാനെങ്കിൽ 2-ാമത്തെ സങ്കീർത്തന പ്രകാരം കർത്താവിൽ ശരണം വയ്ക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇനി ഈ സങ്കീർത്തനങ്ങളുടെ ഘടനയെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 4 രംഗങ്ങളുള്ള ഒരു നാടകം പോലെ ഇത് ചിത്രീകരിക്കുകയാണ്. അതിൽ 2 പേര്, ഒരു വശത്ത് കർത്താവും മിശിഹായുമാണ്, മറുവശത്ത് ഭരണാധികാരികളും ജനങ്ങളുമാണ്. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 1-ാമത്തെ വാക്യത്തിൽ ജനതകൾ ഇളകി മറിയുന്നത് എന്തിന്, ജനങ്ങൾ എന്തിന് വ്യർത്ഥമായ ഗൂഢാലോചന നടത്തുന്നു. 2-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയേ, ഇത് കാണാം, കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ. അപ്പൊ ഒരു വശത്ത് കർത്താവും അവിടുത്തെ അഭിഷിക്തനും, മറുവശത്ത് ജനതകള്. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു സംഭാഷണം പോലെയാണ് ഇത് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി അതിനകത്ത് പരാമർശിക്കുന്ന ഈ പ്രശ്നക്കാര് എന്ന് പറയുന്ന 1-3 വരെയുള്ള ആളുകളെ നമ്മളൊന്ന് പ്രശ്നക്കാരായിട്ടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗൂഢാലോചന നടത്തുന്നു, എതിരെ അണിനിരക്കുന്നു, കൂടിയാലോചിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചങ്ങലകൾ പൊട്ടിക്കാം, വിലങ്ങുകൾ തകർക്കാം. അപ്പൊ ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നക്കാരുടെ ഒരു അവസ്ഥയാണ് ആ സങ്കീർത്തനത്തിന്റെ ആദ്യ പാദത്തിൽ നമ്മൾ കാണുക. പ്രശ്നക്കാരാകട്ടെ കർത്താവിനും അഭിഷിക്തനുമെതിരെ കലഹിക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധിപന്മാരുമാണ്. ചങ്ങല രാജാവിന്റെ നിയമത്തെയാണ് സൂചിപ്പിക്കുക. അപ്പം നമ്മൾ ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ ചുവർ ചിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ രാജാവ് സാമന്ത രാജാക്കന്മാരെ വിലങ്ങണിയിക്കുന്ന രംഗങ്ങളുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം സങ്കീർത്തന പ്രകാരം കർത്താവിന്റെ നിയമമാണ് ഇവിടെ ചങ്ങല എന്ന് പറയുമ്പോൾ. ഇനി നമുക്കറിയാം, കർത്താവിന്റെ നിയമം അത് പൊന്നിനെയും തങ്കത്തെയുംകാൾ അഭികാമ്യമാണ്, തേനിനെയും തേൻകട്ടയെയുംകാൾ മധുരമാണ്. ഇങ്ങനെയൊക്കെയാണ് സങ്കീർത്തനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 119-ാം സങ്കീർത്തനം നമുക്കറിയാം, കർത്താവിന്റെ നിയമത്തെക്കുറിച്ചുള്ള സങ്കീർത്തനമാണ്. ഒട്ടേറെ വിശേഷണങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടുത്തെ നിയമം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. കൊള്ള വസ്തുക്കൾ കണ്ടെത്തിയവരെ പോലെ അങ്ങയുടെ വചനം കണ്ടപ്പോൾ ഞാൻ ആനന്ദിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും നമുക്കറിയാം,
ഈ തോറയെ ഒരു നുകമായിട്ട് വിശേഷിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ഇമ്പമുള്ള നുകം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലല്ലോ, എൻ്റെ ചുമട്, എൻ്റെ ഭാരം അത് ലഘുവാണ്, ഭാരം കുറഞ്ഞതാണ്. ഈ നിയമത്തെ ഒരു നുകമായിട്ട്, നിയമത്തെ ചങ്ങലയായിട്ട് ഒക്കെ ചിത്രീകരിക്കുന്ന രീതി സങ്കീർത്തനങ്ങളിലും ഉണ്ട്. ഇനി നമ്മൾ ഈ സങ്കീർത്തനത്തിലൂടെ കടന്നു വരുമ്പോൾ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ദൈവത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് 4-ാം വാക്യം സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കുന്ന ഒരുവനായിട്ടാണ്. അതായത് മനുഷ്യരുടെ സംസാരം, ജനതകളുടെ ഈ സംസാരം കേട്ടിട്ട് ദൈവം സ്വർഗത്തിലിരുന്ന് ചിരിക്കുകയാണ്. അപ്പം അഭിഷിക്തനെ കുറിച്ചുള്ള വിളംബരമാണ് 2-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുക. പുത്രൻ ലഭിക്കുന്ന അവകാശങ്ങളെയും ശത്രു സംഹാരത്തെയും സൂചിപ്പിക്കുന്നു. ഇസ്രായേലിൽ രാജാഭിഷേകം നടക്കുമ്പോൾ പുതിയ രാജാവിന്റെ കയ്യിലെ അധികാരപത്രം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. എൻ്റെ മകൻ എന്നാണ് രാജാവിനെ ദൈവം വിളിക്കുന്നത്. രാജാവ് പ്രാർത്ഥിച്ചാൽ ജനതകൾ അവന് അവകാശമായി തീരും. രാജാവ് ശത്രു സംഹാരം നടത്തും. തങ്ങളുടെ ശത്രുക്കളുടെ നാമം കളിമൺ പാത്രങ്ങളിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അവ അടിച്ചു തകർക്കുന്ന ചില ക്ഷുദ്ര പ്രയോഗങ്ങൾ അക്കാലത്തെ രീതിയായിരുന്നു. അപ്പോൾ ശത്രുവിനെ സംഹരിക്കുന്ന ഒരു രീതി, നേരിട്ട് ശത്രുവിനെ സംഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ മൺപാത്രങ്ങളിൽ അവരുടെ പേരെഴുതി അത് അച്ചുടച്ചുകൊണ്ട്, അപ്പം മൺപാത്രം പോലെ ഉടച്ചു കളയുന്ന, അപ്പോൾ അങ്ങനെ ഒരു രീതിയൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. ഇനി ഈ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണും സങ്കീർത്തകൻ തന്നെ രാജാക്കന്മാരും ഭരണാധികാരികൾക്ക് ഉപദേശം നൽകുന്നുണ്ട്. രാജാക്കന്മാരോട് പറയുന്നു വിവേകമുള്ളവരാകുക. അപ്പോൾ വിവേകമുള്ളവരായിരിക്കുക എന്നാണ് കൊടുക്കുക. 10-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, വീണ്ടും അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അതുപോലെ ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അപ്പൊ ഈ 4 വാക്യങ്ങളിൽ നമ്മൾ ഒരു ഉപദേശം നമ്മൾ കാണുകയാണ്. സങ്കീർത്തകൻ തന്നെ ഭരണാധികാരികൾക്ക് ഉപദേശങ്ങൾ. ഈ ഉപദേശം നമുക്കും സ്വീകരിക്കാവുന്നതാണ്. ഇനി ഇവിടെ 7-ാം വാക്യത്തിൽ പറഞ്ഞ നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ദൈവം നമ്മളോട് പറയുന്ന ഒരു പുത്രാനുഭവം സ്വന്തമാക്കാൻ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രിയപ്പെട്ട പുത്രനും പുത്രിയുമാണ്. പുത്രനെ ചുംബിക്കുവിൻ, 12-ാം വാക്യത്തില് അവിടുത്തെ പാദം ചുംബിക്കുവിൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചുംബിക്കുക എന്നത് പുത്രന്റെ അധികാരത്തെ അംഗീകരിക്കുന്നതിന്റെ അടയാളമാണ്. ദൈവത്തിന്റെ അഭിഷിക്തനെ അംഗീകരിച്ച് ഭാഗ്യവാന്മാരായി തീരാനാണ് 2-ാമത്തെ സങ്കീർത്തനം ഭൂമിയിലെ വലിയവരെ ക്ഷണിക്കുക. ദൈവത്തെ അംഗീകരിച്ച് വലിയവരാകുക, വിറയലോടെ ശുശ്രൂഷിക്കുക, ഭയത്തോടെ ശുശ്രൂഷിക്കുക, വിവേകത്തോടെ പെരുമാറുക. ഇങ്ങനെ സങ്കീർത്തകൻ രാജാക്കന്മാർക്കും ഭരണാധികാരിമാർക്കും ഒരു ഉപദേശം നൽകുന്ന രൂപത്തിലാണ് ഈ സങ്കീർത്തന ഭാഗം നമുക്ക് കാണാൻ സാധിക്കുക. ഇനി രാജത്വ കാലമാണ് പശ്ചാത്തലം എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഈ സങ്കീർത്തനത്തിന് ഒരു യുഗാന്ത്യോന്മുഖതയാണ്. അതാണ് നമ്മൾ എപ്പോഴും പറയും, എല്ലാം വിരൽ ചൂണ്ടുന്നത് ഈശോയിലേക്കാണ്. അപ്പം യുഗാന്ത്യത്തിൽ വരുന്ന മിശിഹായുടെ ശക്തിയെയും അധികാരത്തെയും വിവരിക്കാനായിട്ട് കുറിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായിട്ട് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട്. ഇനി ക്രിസ്തു വിജ്ഞാനീയമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് ഈ സങ്കീർത്തനം സൂചിപ്പിക്കുക. കാരണം പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിട്ടുള്ള സങ്കീർത്തന ഭാഗമാണിത്. സങ്കീർത്തന പുസ്തകത്തിന്റെ മാത്രമല്ല, പഴയ നിയമത്തിന്റെ തന്നെ പൂർത്തീകരണവും പൂർണ്ണതയുമാണ് ക്രിസ്തു. ഇനി കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. സങ്കീർത്തനം 2:2 നമ്മൾ കണ്ടു. അപ്പോൾ ക്രിസ്തു തിരസ്കൃതനായ ഒരു സഹനദാസനാണ് എന്ന സന്ദേശം നമുക്ക് ഇതിലൂടെ കിട്ടുകയാണ്. എല്ലാവരും അവനെതിരായല്ലോ, അവനെ കുരിശിൽ തറക്കുകയാണ്. അപ്പൊ ഈശോ തിരസ്കൃതനായ സഹനദാസനാണ്. യെശയ്യായ നമ്മളോട് അത് പറഞ്ഞു തരുന്നുണ്ട്, സഹനദാസനാണ് ഈശോ എന്ന്. ദൈവപുത്ര അവബോധത്തിൽ നിന്നും ഒരിക്കലും ഈശോ പിന്മാറിയതായിട്ട് നമ്മൾ കാണുന്നില്ല. മാമോദീസ വേളയിലും രൂപാന്തരീകരണ സമയത്തും പിതാവ് തന്നെ ക്രിസ്തുവിന്റെ പുത്രത്വത്തെ പ്രകീർത്തിച്ചു. ജോർദാനില് നമുക്കറിയാം. അപ്പം മരുഭൂമിയിലെ പരീക്ഷണ അവസരത്തില് ഈ പുത്രത്വത്തെ വിട്ടുകളയാനാണ് സാത്താൻ പ്രേരിപ്പിച്ചത്. പുത്രനാണെന്നുള്ള ആ തികഞ്ഞ അവബോധത്തോടെ ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന സഹനദാസനായിട്ട് തന്നെ അംഗീകരിച്ച് നിലകൊണ്ടു.
അപ്പോൾ സാത്താനെ തോൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഈശോ മനോഹരമായിട്ട് ജയിച്ചത് നമുക്കറിയാം. ഇനി ഇതിനൊരു ആത്മീയ വ്യാഖ്യാനം ഈ സങ്കീർത്തനത്തിന് നമ്മൾ നൽകുകയാണെങ്കിൽ, മാമോദീസായിലൂടെ നമ്മളെല്ലാവരും ദൈവമക്കളായിത്തീർന്നു, ദൈവപുത്രരായിത്തീർന്നു. അപ്പം ക്രൈസ്തവ ജീവിതം പുത്രത്വത്തിൽ ആഴപ്പെടുന്ന ഒരു ജീവിതമാണ്. പുത്രനെ ചുംബിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവരാജ്യത്തിലെ അവകാശികളുമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളും മകനുമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് തിന്മയെ ജയിക്കണം, കർത്താവിനെ, ദൈവത്തെ ഭയഭക്തിയോടെ ശുശ്രൂഷിക്കണം, വിവേകത്തോടെ ജീവിക്കണം എന്നൊക്കെയാണ് കർത്താവിന്റെ അഭിഷിക്തൻ നമുക്ക് നൽകിയ മാതൃക നമ്മളുടേതും ആകണം എന്നാണ് ഈ സങ്കീർത്തനം നമ്മോട് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് 18-ാമത്തെ സങ്കീർത്തനമാണ്. ഇവിടെ നമുക്ക് അതിന്റെ ഹെഡിങ് വിജയത്തിൽ സ്തോത്രഗീതം, കൃതജ്ഞതാ സ്തോത്രം എന്നാണ്. ഇതേ സങ്കീർത്തനം നമുക്ക് 2 സാമുവൽ 22 കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ സാമുവലിന്റെ അമ്മയായ ഹന്നായുടെ കീർത്തനം, മറിയത്തിന്റെ സ്തോത്രഗീതം, ജോബിന്റെ ഒരു ദൈവകീർത്തനം, ഇവയോടെല്ലാം ഈ സങ്കീർത്തനത്തിന് സാമ്യമുണ്ട്. ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ സകല ശത്രുക്കളുടെയും മേൽ തനിക്ക് ആധികാരികമായി വിജയം നേടിത്തന്ന ദൈവത്തിന് ദാവീദ് അർപ്പിക്കുന്ന ഒരു സ്തുതികീർത്തനമായിട്ടാണ് നമ്മൾ കാണുക. അപ്പൊ ആദ്യം പറയുകയാണ്, കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങാണ് എന്റെ രക്ഷാശില. അതൊക്കെ ഒന്ന് അനുഭവിക്കുക. എന്റെ രക്ഷാശില, എന്റെ കോട്ട, എന്റെ വിമോചകൻ, എന്റെ ദൈവം, എനിക്ക് അഭയം തരുന്ന പാറ, എന്റെ പരിച, എന്റെ രക്ഷാശൃംഗം, അഭയകേന്ദ്രം, ഇതെല്ലാം കർത്താവാണ്. കർത്താവെ, അങ്ങാണ്. ഈ ഒരു അവബോധം, ഈ ഒരു വിശ്വാസം, ഇത് വലിയൊരു ശക്തിയാണ്. അപ്പൊ ഇങ്ങനെ ഏറ്റുപറയുന്ന, നന്ദി അർപ്പിക്കുന്ന ഒരു സങ്കീർത്തകനെയാണ് നമ്മളിവിടെ കാണുക. അപ്പൊ രാജാവ് ഇങ്ങനെ ദൈവത്തിലുള്ള തന്റെ വിശ്വാസം പ്രഘോഷിക്കുകയാണ്. ഇനി നമുക്കറിയാം, ഈ സങ്കീർത്തനത്തിന്റെ 50-ാം വാക്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ ദാവീദിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ദാവീദിന്റെ പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് രാജകീയ സങ്കീർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാം. 50-ാം വാക്യത്തിന്റെ അവസാനം നോക്കുക, തന്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു, ദാവീദിനോടും അവന്റെ സന്തതിയോടും തന്നെ. അപ്പോൾ 3 മുതൽ 41 വരെയുള്ള അധ്യായങ്ങള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ദാവീദിന്റെ വിലാപകീർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് സങ്കീർത്തനത്തിൽ. എങ്കിലും 18-ാം സങ്കീർത്തനം അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ അതുവരെയുള്ള സങ്കീർത്തനങ്ങൾ, നമ്മൾ 18 വരെയുള്ള സങ്കീർത്തനങ്ങൾ വായിച്ചു വരുമ്പോൾ ദൈവം ഇടപെടുന്നില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നൊക്കെയുള്ള ചിന്തയാണെങ്കിൽ, ഇവിടെ വായിക്കുമ്പോൾ ദൈവം ഭരിക്കുന്നുണ്ട്, ദൈവം സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കിട്ടുക. ഇനി നമ്മൾ ഇതിലെ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ദൈവ സ്നേഹ പ്രകരണമാണ്, ഒരു ശക്തിയുടെ ഏറ്റുപറച്ചിലാണ്. ദൈവമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നിങ്ങളത് ഉള്ളിൽ ആവർത്തിക്കുക. ഇനിയും അതിസുന്ദരമായ വാക്കുകളിലൂടെയാണ് താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ സങ്കീർത്തകൻ വിവരിക്കുക. ദൈവരക്ഷാശില, കോട്ട, വിമോചകൻ, പാറ, പരിച, അഭയകേന്ദ്രം, ഇങ്ങനെ ഇസ്രായേലിന്റെ പാറയായ ഇടയനായ ദൈവം യാക്കോബും അവന്റെ മക്കളും തിരിച്ചറിയുന്നുണ്ട്. അത് നമ്മൾ വായിക്കും ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 25-ാം വാക്യത്തില്. ഇനിയും രക്ഷാശൃംഗത്തിന് ഹീബ്രുവിൽ പറയുന്നത് കൊമ്പെന്നാണ്. അതുകൊണ്ട് കൊമ്പ് ഉയർത്തുക എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ ശിരസ്സുയർത്തുക, ദൈവത്തിലുള്ള അഭിമാനത്തോടെ രാജാവ് ശിരസ്സുയർത്തുകയാണ്. അപ്പൊ എൻ്റെ കൊമ്പ് എന്ന് പറയും. ദൈവം തന്റെ കൊമ്പാണെന്ന് പറയുമ്പോൾ അവിടുന്ന് തന്റെ കരുത്തും അഭിമാനവുമാണെന്നാണ് സങ്കീർത്തകൻ ഉദ്ദേശിക്കുക. ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും എന്ന് പറയുമ്പോൾ അത് ഈശോയെ കുറിച്ചുള്ള സൂചനയാണ്. ആ അർത്ഥത്തിൽ ഇത് മെസ്സയാനിക സങ്കീർത്തനവുമാണ്. അപ്പോൾ കൊമ്പ് കാലം കാത്തിരുന്ന മിശിഹ അഥവാ അഭിഷിക്തനായ യേശുവിന്റെ ദൗത്യത്തെയാണ് സൂചിപ്പിക്കുക. ഇനി നമ്മൾ ഈ സങ്കീർത്തനത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, തന്റെ കഷ്ടതകളെ പറ്റിയുള്ള അവതരണവും ദൈവത്തെ വിളിച്ച് രക്ഷയ്ക്കായുള്ള സങ്കീർത്തകന്റെ പ്രാർത്ഥനയും കാണാം. മരണപാശം, വിനാശത്തിന്റെ പ്രവാഹങ്ങൾ, പാതാളപാശം, മരണത്തിന്റെ കുരുക്ക്, ഇതെല്ലാം രാജാവ് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി സങ്കീർത്തകന്റെ നിലവിളി ദൈവം തന്റെ ആലയത്തിൽ ഇരുന്ന് കേട്ടു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നീതിമാന്റെ പ്രാർത്ഥനകളിൽ ചെവി ചായ്ക്കുന്ന ദൈവചിത്രം മനോഹരമാണ്. അപ്പൊ നിങ്ങൾ അത് നോക്കുമ്പോൾ 9-ഉം 10-ഉം വാക്യം ഒന്ന് നോക്കുക.
ദൈവം ആകാശം ചായ്ച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. അപ്പൊ ദൈവം പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്നത് എങ്ങനെയാണ്? ആകാശം ചായ്ച്ച്. നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും കഴിയണം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ചെവി ചായ്ച്ച് തരണമേ, ആകാശം തുറന്ന് ഇറങ്ങി വരണമേ, ആകാശം താഴ്ത്തി ഇറങ്ങി വരണമേ. കൂരിരുട്ടിൽ അവിടുന്ന് പാദമുറപ്പിച്ചു. അപ്പം അന്ധകാരത്തിന്റെ അവസ്ഥകളിലേക്ക് ദൈവം കടന്നു വരുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ മേഖലകളിലേക്ക് ദൈവത്തെ നമ്മൾ ഇതുപോലെ ക്ഷണിച്ചു വരുത്തണം. അതിനൊരു മാതൃകാ പ്രാർത്ഥനയാണിത്. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. മാലാഖമാരെ വാഹനമാക്കി ദൈവം തന്റെ പക്കലേക്ക് വരികയാണ്. കാറ്റിന്റെ ചിറകളിൽ അവിടുന്ന് പാഞ്ഞു വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ സങ്കീർത്തകന്റെ ദൈവ സഹായത്തെക്കുറിച്ചുള്ള ഒരു അവബോധം, തൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ആ ഒരു വിശ്വാസം, ഇതൊക്കെയാണ് നമ്മൾ കാണുക. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരെ ചെവി ചായ്ക്കുന്ന ആ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം, ദൈവം ഇറങ്ങി വരുന്ന, അതിന് വലിയൊരു തിയോളജിക്കൽ പേരാണ് തിയോഫനി. ദൈവം താഴേക്ക് ഇറങ്ങി. ദൈവം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, ഉന്നതനായ ദൈവം സ്വയം താഴ്ത്തി മനുഷ്യനായി താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഈ ദൈവത്തിന്റെ ഒരു ഇറങ്ങിവരവാണ്. ആകാശം ചായ്ച്ച് ഇറങ്ങി വരുന്നു. അപ്പോൾ അടിസ്ഥാനങ്ങൾ ഇളക്കുന്ന സാന്നിധ്യം ദൈവത്തിന്റെ കരുത്തും മഹത്വവും വെളിവാക്കുന്നു. അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൽ പ്രപഞ്ചം മുഴുവൻ അകമ്പടി സേവിക്കുകയാണ്. കാറ്റ്, കൂരിരുട്ട്, ഇതെല്ലാം കർത്താവിനെ അകമ്പടി സേവിക്കുകയാണ്. ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ പ്രകൃതി ദുരന്തവും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഭൂമിയിൽ തിന്മയും ദുഷ്ടതയും പെരുകുമ്പോൾ പ്രകൃതി നമുക്കെതിരെ ആഞ്ഞടിക്കുന്നത് കാണാം. പ്രപഞ്ച ശക്തികൾ ദൈവത്തിന്റെ ആയുധങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുക? അത് ദൈവത്തിന്റെ ആയുധങ്ങള്, ക്രോധത്തിന്റെ ആയുധങ്ങളായിട്ട് നമ്മളെ സഹായിക്കുവാൻ, നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള ആയുധങ്ങള് ദൈവം ഇന്ന് ക്രോധത്തിന്റെ ആയുധങ്ങളാക്കി ഉപയോഗിക്കത്തക്ക വിധം മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തെ ആദരവോടെ നോക്കിക്കാണുവാൻ നമുക്ക് കാണണം. പ്രപഞ്ചത്തെ മലിനീകരിക്കരുത്, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. തന്റെ നീതിമാന് വേണ്ടി മുഴുവൻ ശക്തിയും പ്രാപവും പ്രകടമാക്കുവാൻ ദൈവം ഇറങ്ങി വരും എന്ന ഒരു രൂഢവിശ്വാസം വേരുറയ്ക്കണം നമ്മളില്. ഇനി ശത്രുക്കൾക്കെതിരായി യോദ്ധാവായി പ്രത്യക്ഷപ്പെടുന്നവനാണ് ദൈവം. ശത്രുക്കളാൽ വലയപ്പെട്ടിരിക്കുന്ന സങ്കീർത്തകനെ, അതായത് പെരുവെള്ളത്തിൽ താണു പോകുന്നവനെ പോലെയാണ് സങ്കീർത്തകൻ ഇതിവിടെ ചിത്രീകരിച്ചിരിക്കുക. അന്തപ്രവാഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ അവിടെ നമുക്കറിയാം. പക്ഷെ പെരുവെള്ളത്തിൽ അവിടുന്ന് എന്നെ പൊക്കി, 16-ാം വാക്യം നിങ്ങൾ നോക്കുക, ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, എന്നെ പൊക്കിയെടുത്തു. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ എന്തെല്ലാം നല്ല മനോഹരമായ പ്രയോഗങ്ങളാണ് ഇവിടെ. അപ്പൊ അതൊരു അനുഭവമാക്കണം നമ്മളുടെ തകർന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ കൈനീട്ടി കൈപിടിച്ചുയർത്തുന്നത്. അപ്പൊ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, എന്നെ പൊക്കിയെടുത്തു. അപ്പൊ സങ്കീർത്തകന്റെ ആത്മവിശ്വാസം, തന്റെ തന്നെ നീതിയും കർത്താവിന്റെ കാരുണ്യവും ഒക്കെ ഇവിടെ കാണുകയാണ്. ഇനി വാക്യം 24 നോക്കുക. എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. അപ്പോൾ വിശ്വസ്തനോട് വിശ്വസ്തനായും നിഷ്കളങ്കനോട് നിഷ്കളങ്കനായും നിർമ്മലനോട് നിർമ്മലനായും ക്രൂരനോട് ദുഷ്ടനോട് ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു കർത്താവിനെ ഇവിടെ ചിത്രീകരിക്കുകയാണ്. അപ്പം വിനീത ഹൃദയരെയാണ് കർത്താവ് ഇഷ്ടപ്പെടുക. അഹങ്കാരികളെ അവിടുന്ന് ചിതറിക്കുമെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലും വായിക്കുന്നുണ്ട്. മാതാവിന്റെ സ്തോത്രഗീതത്തിൽ കാണുന്നുണ്ടല്ലോ, എളിയവരെ ഉയർത്തും, അഹങ്കാരികളെ സിംഹാസനങ്ങളിൽ തട്ടിമറിക്കും. അപ്പോൾ വളരെ കാവ്യാത്മകവും ദർശനപൂർണവുമാണ് ഈ 28-ാമത്തെ വാക്യം. 28-ാമത്തെ വാക്യം എന്താണ്? അങ്ങന്റെ ദീപം കൊളുത്തുന്നു, എന്റെ അന്ധകാരം അകറ്റുന്നു. അപ്പം ദൈവത്തിലുള്ള പ്രത്യാശ. അപ്പൊ ദൈവ തിരുമുമ്പിൽ കഷ്ടതകളുടെ അവസരത്തിൽ സങ്കീർത്തകനെ പോലെ ചങ്കിൽ തൊട്ട് പറയാൻ നമുക്ക് സാധിക്കണം, ഞാൻ നീതിപൂർവ്വം ജീവിച്ചു, കർത്താവിന്റെ മാർഗങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിച്ചിട്ടില്ല എന്ന്. ഇപ്പൊ സങ്കീർത്തകനെ പോലെ ഒരു ദൈവാനുഭവം നമുക്കും ഉണ്ടാകണം. കർത്താവല്ലാതെ ആരും. ഇനി വാക്യം 31 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഓടിച്ചു പോകാം. കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? രക്ഷാശില എവിടെയുണ്ട്? ശക്തി കൊണ്ട് എന്റെ അരമുറുക്കുന്നു, എന്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എന്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി, കൈകളെ യുദ്ധമുറ അഭ്യസിച്ചു, കരങ്ങൾക്ക് പിച്ചളവില്ല് കുഴയ്ക്കാൻ കഴിയും. രക്ഷയുടെ പരിചയം നൽകി, വലതു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഈ ഒരു 5 വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ എത്ര വലിയ ദൈവത്തിന്റെ സംരക്ഷണമാണ്, എത്ര വലിയ ദൈവത്തിന്റെ സ്നേഹാനുഭവമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അത് അനുഭവിച്ചുകൊണ്ട് വേണം ഇനി നിങ്ങൾ ഈ സങ്കീർത്തനം വായിക്കാനായിട്ട്. ശക്തി കൊണ്ട് എന്റെ അരമുറുക്കുന്നു. പ്രായമായവരൊക്കെ ഓർക്കണം, ഈ അരക്കെട്ടൊക്കെ ബലമില്ലാതായി പോകുന്നു, അല്ലെ നടുവേദനയാന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ആ
ശക്തി കൊണ്ട്, എനിക്ക് ശക്തിയില്ല എന്ന് പറയരുത്, ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു. വചനം ജീവനാണ്, വചനം ശക്തിയാണ്, അപ്പോൾ വചനം സൗഖ്യമാണ്. അപ്പൊ ഇങ്ങനെ ശക്തി എടുക്കണം നമ്മൾ. അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി. പലർക്കും എന്താണ്, നടക്കാൻ പറ്റുന്നില്ല, കാലിന് വേദന, മുട്ടിന് വേദന. അപ്പൊ അവിടുന്ന് എൻ്റെ കാലുകൾക്ക് വേഗത നൽകി എന്നെ സുരക്ഷിതൻ. എൻ്റെ കൈകൾക്ക് പ്രശ്നമുള്ളവര് ഈ വചനം സൗഖ്യമാക്കി സ്വീകരിക്കുക. എൻ്റെ കൈകളെ യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എൻ്റെ കരങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ, അവിടുത്തെ വചനത്താലാണല്ലോ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, വചനത്താലാണ് എല്ലാം നിലനിൽക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസത്തോടെ ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സൗഖ്യമാക്കി രക്ഷയാക്കി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അങ്ങനെയൊക്കെ രക്ഷയുടെ പരിചയം നൽകി അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തി. അപ്പൊ എന്നെ നിർത്തിയിരിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ വലത് കൈയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വലിയ അവബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ ഈ സങ്കീർത്തന പഠനം നിങ്ങളുടെ ദൈവാനുഭവത്തെ വർദ്ധിപ്പിക്കാൻ കാരണമാകണം. ഇനി 31 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വേഗത്തിൽ ഒന്ന് പോവുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ രാജാവിന്റെ ദൈവസ്തുതിയാണ്. നീതിമാന്റെ വേദനയിൽ ദൈവം രക്ഷിക്കുക മാത്രമല്ല, അവനെ കരുത്തുള്ളവനാക്കുകയും ചെയ്യുന്നുണ്ട്. ശക്തി കൊണ്ട് അരമുറുക്കിയതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ എനിക്ക് പരിചയം നൽകി, അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ദൈവത്തിന് നന്ദി പറയുവാൻ നാം ആഗ്രഹിക്കുമ്പോഴൊക്കെ നമുക്ക് ചെല്ലാവുന്ന ഒരു സങ്കീർത്തനമാണിത്. പ്രത്യേകിച്ച് ബർത്ത്ഡേ, ഫീസ്റ്റ് ഡേ ഒക്കെ വരുമ്പോൾ, ജൂബിലി ഒക്കെ വരുമ്പോൾ ഈ സങ്കീർത്തന വാക്യം എടുത്തു വെച്ച് പറയണം. ദൈവകാരുണ്യത്തെ, ദൈവം എനിക്ക് നൽകിയ വിജയങ്ങളെ അനുസ്മരിച്ച് അവിടുന്ന് ജനതകളുടെ മധ്യേ കൃതജ്ഞതാ സ്തോത്രം ഗീതം ആലപിക്കാൻ തയ്യാറാകുന്ന രാജാവ് ഒരു വലിയ മിഷനറി മാതൃകയാണ്. ദുഃഖദുരിതങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ദൈവത്തോടൊപ്പം അവയെ നേരിടുന്ന ഒരാൾക്ക് ജീവിതത്തിലെ എല്ലാ വേദനകളെയും തരണം ചെയ്യാനുള്ള വലിയ ശക്തിയും കരുത്തും ആര് നൽകും? ദൈവം നൽകും. ദൈവത്തിന്റെ സഹായം ഒരാൾക്ക് ലഭ്യമാകുന്നത് ദൈവകൽപ്പനയനുസരിച്ച് ഒരാൾ ജീവിക്കുന്നതിന്റെ തോതനുസരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ദൈവസഹായം ലഭിക്കണമെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കുന്നെങ്കിൽ, നിങ്ങൾ എൻ്റെ നിയമം അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കും. അപ്പം നമ്മൾക്ക് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നതനുസരിച്ചിട്ടാണ് ദൈവസഹായം ലഭിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു സൂചനയും ഒക്കെ ഇതിലുണ്ട്.